ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിലാണ് കേട്ടോ. നല്ല നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കുഞ്ഞിപ്പത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് അരി അരച്ചിട്ടാണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ പൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കാൻ എടുക്കുന്ന അരി എടുത്തിട്ടുണ്ട്. കുറുവ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ അരി നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്കിത് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. നിങ്ങൾ പൊടി കുഴച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ അരി കുതിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് പൊടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അരി ഞാൻ ഒരു 5 മണിക്കൂറോളം ഇങ്ങനെ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നല്ല നാടൻ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി കുഴച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുറഞ്ഞത് ഇങ്ങനെ കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിത് 5 മണിക്കൂറിന് ശേഷം നമ്മൾ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള അളവില്ല. നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കുന്നതനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതിയോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് അരിയുള്ളത് കൊണ്ടാണ് കേട്ടോ. 1.5 കപ്പോളം അരി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ അധികം ക്വാണ്ടിറ്റി ഉള്ളതാണ് ഇത്രയധികം ഉള്ളിയും അതുപോലെ തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് അരിയുടെ അളവിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അരച്ച ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പരമാവധി ഇത് വെള്ളം കുറച്ചിട്ട് കട്ടിയിൽ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ വെള്ളത്തിൽ തന്നെ നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ അരയണമെങ്കിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് അരിപ്പൊടി ഇട്ടിട്ട് ലാസ്റ്റ് മുറുക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് അരികളുണ്ട്. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരി മുങ്ങുന്ന രീതിയിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ നമ്മുടെ മിക്സിയിലൊക്കെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരമാവധി നമുക്കിത് വെള്ളം കുറഞ്ഞ രീതിയിലാണ് അരച്ച് കിട്ടേണ്ടത്. പക്ഷേ അരിയാൻ സമയം എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അരച്ചെടുക്കാം. അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാട്ടോ അരച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ നമ്മൾ പൊടിയും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ അരിയും ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അരക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അരക്കുന്നതിന് മുമ്പായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരി കുഴച്ചെടുക്കാൻ പാകത്തിന് മുറുക്കി കിടണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പൊടി ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒറോട്ടിപ്പൊടി ഉണ്ടല്ലോ, ഒറോട്ടിയുടെ പത്തൽപ്പൊടി, ആ ഒരു പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ അരി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 കപ്പോളം പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പത്തിൻ്റെ ഒരു മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടുന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞിപ്പത്തിൽ പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അലുമിനിയം ഫോയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വാഴയില തന്നെയാണ് പരത്തിയെടുക്കാറ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. നമ്മളിത് സ്റ്റീം ചെയ്തിട്ട് ആണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കുക. നമുക്കിത് പരത്തുമ്പോൾ കയ്യിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ഓരോ അരിയുടെ ഇതെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത് കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ ഒരാളൊക്കെ ഒറ്റയ്ക്ക് പരത്തുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊക്കെ പരത്തിയാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ തയ്യാറാക്കി എടുക്കൽ. അപ്പോൾ എനിക്കൊന്ന് കണ്ണൂർ ആ ഭാഗത്തൊക്കെ കക്കറൊട്ടി എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വലുതാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ വലുതാക്കിയിട്ട് നടുവിലൊരു കുഴി വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് അവരൊക്കെ പരത്തിയെടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് സമയം ലാഭിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ചെറുതായിട്ട് പരത്തിയിട്ടാണ് കുറച്ചും കൂടി ടേസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തന്നെ മുഴുവൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം പരത്തിയത് ആവി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാം, അതുപോലെ ബീഫ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. 2 ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കൂടുതലും ബീഫ് വെച്ചിട്ടാണ് സാധാരണ അധികം തയ്യാറാക്കൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി, വലുതാണെങ്കിൽ ഒരു പകുതിയോളം മതി, തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്ന് അടി പിടിച്ചു പോകും. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ബീഫ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ കറിക്കൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റി കൊടുക്കുക. നമ്മൾ കറിയായിട്ടാണല്ലോ വെക്കുന്നത്, തേങ്ങ അരച്ചിട്ടുള്ള കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഈ ഒരു സമയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിന് വേവാൻ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 കിലോളം ബീഫാണ് ഉള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയൊക്കെ ബീഫിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഒന്നിങ്ങനെ അടച്ചു വെക്കാം. അങ്ങനെ ടൈറ്റായിട്ട് അടച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എത്ര വിസിൽ വരുന്നവർ വേവിക്കണം അത്രയും സമയം വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു ബീഫിന് ഒരു 8 വിസിലോളം ആണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ വെള്ളം അധികമായി പോകുന്ന പേടിയൊന്നും വേണ്ട. നമുക്കറിയത് ചാറായിട്ടാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അധികം ഇളക്കി കൊടുക്കണ്ട. നമുക്ക് നേരെ ഇത് അടച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഫിൻ്റെ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം മാറ്റം വരും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒന്നാമത്തെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞിപ്പത്തിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് തൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടുന്നൊന്നുമില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു ചൂടോട് കൂടി നമ്മൾ തൊടുന്ന സമയത്ത് ചെറിയൊരു ഒട്ടലുണ്ടാകും. അത് നമ്മൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ഒട്ടലങ്ങ് മാറിക്കോളും. നമുക്കിത് മാറ്റിയിട്ട് രണ്ടാമത്തെ പരത്തി വെച്ചത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത് കാണാം. പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് കുറച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്നിങ്ങനെ തൊടുമ്പോൾ തന്നെ ആ ഒരു കട്ട പിടിച്ചതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി നമ്മൾ രണ്ടാമത് ബാക്കിയുള്ളത് പരത്തി വെച്ചതും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക്
ചെറിയുള്ളി ഉണ്ടെങ്കിൽ 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സവാളയുടെ ഒരു ചെറിയൊരു ഭാഗം, ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 8 വിസിലിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചാറോട് കൂടി തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ചാറ് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഇനി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് 8ൻ്റെ പണിയിട്ട് വെച്ചാൽ എൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. ഇത് വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർന്നു പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു സ്റ്റൗവിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലുള്ള അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറിയിൽ നിന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 സവാള ചെറിയുള്ളി കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സവാളയുടെ ഒരു 1/4 ഭാഗം അത്രയും മതി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം വീഡിയോയിൽ ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വേറെ പാത്രത്തിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇനി തിളപ്പിച്ചെടുക്കാം. ആ ഒരു അരപ്പൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന രീതിയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ബീഫിലേക്ക് നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ചേർത്ത് കൊടുക്കുക. വേവിച്ചെടുത്തിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കറിയിൽ നന്നായിട്ട് കുഞ്ഞിപ്പത്തിലൊക്കെ മുങ്ങുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ പിടിച്ചിട്ട് ഉപ്പും ആ ഒരു കളറൊന്നും പിടിക്കാത്ത പോലെ തോന്നും. പക്ഷെ നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ ആ ചാറൊക്കെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തുറന്നാൽ മതി. അപ്പോഴത്തേക്ക് നല്ലപോലെ ആ ഒരു കറിയൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടാകും കുഞ്ഞിപ്പത്തിൽ നല്ലപോലെ ആ ഒരു കറിയുടെ ആ ഒരു ഇതൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിൽ കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.